കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവിൻ. വീണ്ടും ഞാൻ പറയുന്നു, സന്തോഷിക്കുവിൻ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 4-ാം തിരുവചനം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ആഗമനകാലത്തിൻ്റെ മധ്യത്തിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. സഭ പെട്ടെന്ന് സ്വരം മാറ്റുന്നതായി നമ്മൾ കാണുന്നുണ്ട്. വയലറ്റ് നിറം മാറി റോസാപ്പൂവിൻ്റെ നിറമാകുന്നു. ദൈവവചനം നമുക്കൊരു വ്യക്തമായ കൽപ്പന ഇവിടെ നൽകുന്നുണ്ട്. സന്തോഷിക്കുവിൻ. ഇതാണ് ഗൗദാത്തെ ഞായറാഴ്ച, സന്തോഷത്തിൻ്റെ ഞായറാഴ്ച. കർത്താവ് നമ്മുടെ സമീപത്തായതുകൊണ്ട് ക്രിസ്തീയമായ കാത്തിരിപ്പ് ഒരിക്കലും ദുഃഖകരമാകുന്നില്ല എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ ഞായറാഴ്ച. ഈ ദിനം നമുക്ക് നൽകുന്ന 3 സന്ദേശങ്ങളാണ്. ഒന്നാമതായി, സന്തോഷിക്കുവിൻ. കാരണം ദൈവം ഇതിനോടകം നമ്മോടൊപ്പമുണ്ട്. വിശുദ്ധ പൗലോസ് നമ്മോട് പറയുന്നുണ്ട്, കർത്താവ് സമീപത്തുണ്ട്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 5-ാം തിരുവചനം. നമ്മുടെ സന്തോഷം സാഹചര്യങ്ങളിൽ നിന്നല്ല, മറിച്ച് ദൈവത്തിൻ്റെ അടുപ്പത്തിൽ നിന്നാണ് വരുന്നത് എന്ന് ഇതിൽ നിന്ന് വ്യക്തം. ക്രിസ്തു ബെത്ലഹേമിൽ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മുടെ ജീവിതത്തിൽ സന്നിഹിതനാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. 2-ാം ലോകമഹായുദ്ധകാലത്ത് നടന്ന ഒരു സ്പർശിക്കുന്ന കഥയുണ്ട്. ഒരു സൈനികൻ തൻ്റെ പോക്കറ്റിൽ ഒരു ചെറിയ ബൈബിൾ കൊണ്ട് നടന്നിരുന്നു. ഒരു ഉഗ്രമായ യുദ്ധത്തിനിടയിൽ ഒരു വെടിയുണ്ട ബൈബിളിൽ തട്ടി നിന്നുപോയി. പിന്നീട് അദ്ദേഹം പറഞ്ഞു, ഞാൻ അതിജീവിച്ചത് ഞാൻ ശക്തനായതുകൊണ്ടല്ല, മറിച്ച് ദൈവം അടുത്തായി ഉണ്ടായിരുന്നതുകൊണ്ടാണ്. അനിശ്ചിതത്വത്തിലും രോഗത്തിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലും കുടുംബപരമായ പിരിമുറുക്കങ്ങളിലും ദൈവം നമ്മോടൊപ്പം നടക്കുന്നു എന്ന അറിവിൻ്റെ സന്തോഷമാണ് ഈ ആഗമനകാലത്തിലെ സന്തോഷം. പ്രിയമുള്ളവരെ, വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നത് പോലെ നമുക്ക് നമ്മോടുള്ള അടുപ്പത്തേക്കാൾ അടുപ്പം ദൈവത്തിന് നമ്മോടുണ്ട്. രണ്ടാമതായി, ഈ ദിനം നമുക്ക് നൽകുന്ന സന്ദേശം, നമ്മുടെ ഭയങ്ങളെക്കാൾ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് സന്തോഷിക്കുവിൻ. വിശുദ്ധ പൗലോസ് തുടർന്ന് പറയുന്ന വചനങ്ങൾ ഇപ്രകാരം: ഒന്നിനെക്കുറിച്ചും ആകുലരാകരുത്, എല്ലാ കാര്യങ്ങളിലും പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതയോടെ നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തെ അറിയിക്കുക. ഫിലിപ്പിയർ 4:6. പൗലോസ് പ്രശ്നങ്ങളെ നിഷേധിക്കുന്നില്ല എന്ന കാര്യം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പകരം ആകുലതയിൽ നിന്ന് സമാധാനത്തിലേക്കുള്ള വഴി അദ്ദേഹം നമുക്ക് കാണിച്ചു തരുന്നു. അത് കൃതജ്ഞതയോടെയുള്ള പ്രാർത്ഥനയാണ്. ഭാവി കാര്യങ്ങളെക്കുറിച്ച് നിരന്തരം വിഷമിച്ചിരുന്ന ഒരു മനുഷ്യനെക്കുറിച്ചുള്ള പ്രസിദ്ധമായൊരു സംഭവമുണ്ട്. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് ചോദിച്ചു, നിങ്ങളുടെ ആകുലതകൾ എന്തുകൊണ്ട് ദൈവത്തിന് നിങ്ങൾ കൊടുക്കുന്നില്ല? അദ്ദേഹം മറുപടി പറഞ്ഞു, കൊടുക്കാമായിരുന്നു, പക്ഷേ അവിടത്തേക്ക് ഇതിനോടകം ധാരാളം പ്രശ്നങ്ങളുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഇത്തരം കഥകൾ കേട്ട് നമ്മൾ എത്ര തവണ ചിരിച്ചിട്ടുണ്ട്. എന്നിട്ടും അതേ രീതിയിൽ തന്നെയല്ലേ നമ്മൾ പ്രതികരിക്കുന്നത്? വിശുദ്ധ കൊച്ചുറേസ്യ വളരെ മനോഹരമായി പറയുന്നുണ്ട്, ഒരുവൻ സ്നേഹിക്കുമ്പോൾ അവൻ കണക്ക് കൂട്ടുന്നില്ല. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിൽ യഥാർത്ഥമായി വിശ്വസിക്കും. യഥാർത്ഥമായി വിശ്വസിക്കുമ്പോൾ ഭയത്തിൻ്റെ ശക്തി പതിയെ നഷ്ടപ്പെടുന്നതായി നമ്മൾ തിരിച്ചറിയും. അതിൻ്റെ ഫലമാണ് വിശുദ്ധ പൗലോസ് വാഗ്ദാനം ചെയ്യുന്നത്, എല്ലാ ധാരണകളെയും അതിശയിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ കാത്തുകൊള്ളും. മൂന്നാമതായി, ഈ ദിനം നമുക്ക് നൽകുന്ന സന്ദേശം, നമ്മുടെ മനോഭാവം മാത്രമല്ല, ജീവിതം മാറ്റിക്കൊണ്ട് സന്തോഷിക്കുവിൻ. സുവിശേഷത്തിൽ ജനങ്ങൾ സ്നാപകയോനോട് ലളിതമെങ്കിലും ഗൗരവകരമായ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്: ഞങ്ങൾ എന്ത് ചെയ്യണം? ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായം 10-ാം തിരുവചനം. സ്നാപക യോഹന്നാൻ വികാരങ്ങളെക്കുറിച്ചല്ല ഇവിടെ സംസാരിക്കുന്നത്. അദ്ദേഹം സംസാരിക്കുന്നത് പ്രവൃത്തികളെക്കുറിച്ചാണ്. ആവശ്യമുള്ളവരെ മായി പങ്കുവയ്ക്കുക, സത്യസന്ധരായിരിക്കുക, സംതൃപ്തരായിരിക്കുക, മറ്റുള്ളവരെ ചൂഷണം ചെയ്യാതിരിക്കുക. നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ ഇഷ്ടവുമായി ഒത്തുചേരുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം ജനിക്കുന്നത്. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ഒരു ശക്തമായ വാക്യം പറയുന്നുണ്ട്: നൽകുന്നതിലാണ് നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ സമയവും ക്ഷമയും സമ്പത്തും പങ്കുവെക്കുമ്പോൾ സന്തോഷം വർദ്ധിക്കുന്നതായി നമ്മൾ തിരിച്ചറിയും. പലരും ഏറ്റവും ആഴത്തിലുള്ള സന്തോഷം കണ്ടെത്തുന്നത് സമ്മാനങ്ങൾ സ്വീകരിക്കുമ്പോഴല്ല, മറിച്ച് മറ്റുള്ളവർക്കൊരു സമ്മാനമായി മാറുമ്പോഴാണ്. ചുരുക്കത്തിൽ പ്രിയമുള്ളവരെ, ഗൗദത്തെ ഞായറാഴ്ച നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സന്തോഷം എന്നത് ദുരിതത്തിൻ്റെ അഭാവമല്ല, മറിച്ച് ക്രിസ്തുവിൻ്റെ സാന്നിധ്യമാണ്. നമ്മുടെ ആകുലതകളേക്കാൾ ദൈവത്തിൽ വിശ്വസിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ സന്തോഷം വളരുന്നത്. സ്നേഹത്തിലൂടെയും നീതിയിലൂടെയും ജീവിക്കുമ്പോൾ സന്തോഷം യാഥാർത്ഥ്യമാകുന്നുവെന്ന് നമ്മൾ തിരിച്ചറിയുന്നു. ഫ്രാൻസിസ് പാപ്പ പറയുന്നത് പോലെ, ക്രിസ്തീയ സന്തോഷം ഒരു ക്ഷണികമായ സന്തോഷമല്ല, മറിച്ച് നമ്മെ ദൈവം സ്നേഹിക്കുന്നു എന്ന അറിവിൽ നിന്ന് വരുന്ന ഒരു ദാനമാണ്.
നമ്മുടെ ആഗമനകാല യാത്ര തുടരുമ്പോൾ നമ്മുടെ വീടുകൾ മാത്രമല്ല ഹൃദയങ്ങളും നമുക്കൊരുക്കാം. അങ്ങനെ ക്രിസ്തു വരുമ്പോൾ അവിടത്തേക്ക് വിശ്വാസവും സമാധാനവും സന്തോഷകരമായ പ്രത്യാശയും നിറഞ്ഞ ഒരു ജനതയെ കണ്ടെത്താൻ കഴിയും. സന്തോഷിക്കുവിൻ, കർത്താവ് സമീപത്തുണ്ട്. ആമേൻ.